അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്യാരി ലുക്ക് ഹെഡ് ആഡർ. ക്യാരി ലുക്ക് ഹെഡ് ആഡർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനറി പാരൽ ആഡറിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫുൾ ആഡറിൽ നിന്ന് സം കിട്ടും. എന്നിട്ട് നമുക്ക് ഓൾറെഡി ഇൻപുട്ട് രണ്ട് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇൻപുട്ട് അതായത് മീൻസ് A1 B1 A2 B2 A3 B3 A4 B4. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട്, അതായത് ഒരു ക്ലോക്ക് സൈക്കിളിനുള്ളിൽ തന്നെ ആ ഔട്ട്പുട്ട് കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫുൾ ആഡറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് S1ഉം അതിൻ്റെ കൂടെ കിട്ടുന്ന ക്യാരിയും കൂടെ സെക്കൻഡ് ഫുൾ ആഡറിൽ കിട്ടിയെങ്കിൽ മാത്രമേ S2 ജനറേറ്റ് ചെയ്യൂ. അതായത് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എല്ലാ ഇൻപുട്ടും ഉണ്ട്. ആ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ S1 S2 S3 S4 ഒരേ ടൈമിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ S1 ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ടൈം ഡിലേ കഴിഞ്ഞിട്ടേ ആര് ജനറേറ്റ് ചെയ്യൂ? S2 ജനറേറ്റ് ചെയ്യൂ. അതിൻ്റെ കാര്യം എന്താണ്? S1 ജനറേറ്റ് ചെയ്യുമ്പം തന്നെയാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? ക്യാരി കിട്ടുന്നത്. ഈ ക്യാരി ഇവിടെ വന്ന് പാസ് ചെയ്തിട്ട് ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ടേ എന്ത് കിട്ടൂ? S2 കിട്ടൂ. S2 കിട്ടിക്കഴിഞ്ഞിട്ടേ S3 കിട്ടത്തുള്ളൂ. കാര്യം എന്താണ്? ഈ ഫുൾ ആഡറാണ് ഈ S3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ S2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ C3 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു ടൈം ഡിലേ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗേഷൻ ടൈം ഡിലേ ഉണ്ടാവും. അതാണ് ഈ ബൈനറി പാരൽ ആഡറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് നമുക്ക് ഒരു ടൈമിൽ ഇൻപുട്ട് എല്ലാം അവൈലബിൾ ആണ്. A1 B1 നമുക്ക് ഈ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിൽ A1 B1 കൊടുത്ത് A2 B2 കൊടുത്ത് A3 B3 A4 B4 കൊടുക്കുന്ന അതേ ടൈമിൽ തന്നെ എന്ത് കിട്ടത്തില്ല? S1 S2 S3 S4 ഒരേ ടൈമിൽ കിട്ടത്തില്ല. കാര്യം എന്താണെന്ന് മനസ്സിലായാലേ? S1 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ക്യാരി കൊടുത്തെങ്കിലേ ഇവിടെ എന്ത് കിട്ടൂ? S2 കിട്ടൂ. അതുപോലെ തന്നെ S2 കിട്ടുന്ന ടൈമിൽ കിട്ടുന്ന C3 കൊടുത്തെങ്കിലേ ഏത് കിട്ടൂ? S3. അപ്പോൾ അതായത് S2 ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? C2ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. S3 ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? C3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. S4 ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? C4ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവും ഇതിനകത്ത് ബൈനറി പാരൽ ആഡർ. അപ്പോൾ ഈ പ്രൊപ്പഗേഷൻ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത കോമ്പിനേഷണൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന ക്യാരി ലുക്ക് ഹെഡ് ആഡർ. അപ്പോൾ ക്യാരി ലുക്ക് ഹെഡ് ആഡർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇൻപുട്ട് ഇവിടെ ഈ ഓരോ ഫുൾ ആഡറിൽ ഇൻപുട്ട് കൊടുക്കുന്ന സമയം, അതായത് A1 B1 കൊടുക്കുന്ന അതേ ടൈമിൽ തന്നെ C1ഉം C2ഉം C3ഉം C4ഉം കൊടുക്കുകയാണെങ്കിൽ ഒരേ ടൈമിൽ തന്നെ ആര് ജനറേറ്റ് ചെയ്യും? S1 S2 S3 S4 ജനറേറ്റ് ചെയ്യും. പറഞ്ഞ് മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞ ബൈനറി ആഡറിൽ S1 ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആര് ജനറേറ്റ് ചെയ്യൂ? S2 ജനറേറ്റ് ചെയ്യത്തുള്ളൂ. S2 ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ S3 ജനറേറ്റ് ചെയ്യത്തുള്ളൂ. കാര്യം ഇവിടെ ക്യാരിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഇൻപുട്ട് A1 B1 കൊടുക്കുന്ന ടൈമിൽ തന്നെ ആരുടെയൊക്കെ വാല്യൂ കൊടുക്കണം? C1ൻ്റെ വാല്യൂ കൊടുക്കണം. ഇവിടെ ഈ രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ C2ൻ്റെ വാല്യൂവും കൊടുക്കണം. ഈ A3 B3 കണ്ടുപിടിക്കുന്ന അതേ ടൈമിൽ തന്നെ C3യുടെ വാല്യൂ കൊടുക്കണം. A4 B4 കൊടുക്കുന്ന ടൈമിൽ തന്നെ ആരുടെ വാല്യൂ കൊടുക്കണം? C4ൻ്റെ വാല്യൂവിൻ്റെ കൊടുക്കുകയാണെങ്കിൽ ഒരേ ടൈമിൽ തന്നെ ആരൊക്കെ ജനറേറ്റ് ചെയ്യും? S1 S2 S3 S4 ജനറേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അഡ്വാൻസ് ആയിട്ട് ആരെ കണ്ടുപിടിക്കണം? ഈ C2 C3 C4 കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാരി ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടും കൂടെ ഇവിടെ ആദ്യം ഡിസൈൻ ചെയ്യേണ്ടി വരും. അതാണ് ക്യാരി ലുക്ക് ഹെഡ് ആഡർ. അപ്പോൾ ഈ ക്യാരി ലുക്ക് ഹെഡ് ആഡർ എന്ന് പറഞ്ഞാൽ ബൈനറി പാരൽ ആഡറിനകത്ത് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്യാരി അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാരി അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് ജനറേറ്റ് ചെയ്യണം. ആ സർക്യൂട്ടും കൂടെ വെച്ചിട്ട് നമ്മൾ ആഡർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ക്യാരി ലുക്ക് ഹെഡ് ആഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ കൺസെപ്റ്റ്? അപ്പോൾ ദ ടോട്ടൽ പ്രൊപ്പഗേഷൻ ടൈം ഈസ് ഈക്വൽ ടു ദി പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ദ ടിപ്പിക്കൽ ഗേറ്റ് ടൈംസ് the number of gate level in the circuit. But the longest propagation time delay in parallel adder is it takes the carry to propagate through the full adder. Since each bit of the sum, the output depend on the value of the input carry. The value of SI in any given stage in the adder will be in its steady state final value only after the input carry that
സ്റ്റേജ് ഹാസ് ബീൻ പ്രൊപ്പഗേറ്റഡ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് ക്യാരിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അപ്പോൾ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവും. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ ആകുമ്പോൾ ഓരോ ഫുൾ ആഡറിനും ആ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് ആ ബൈനറി ആഡറിനെ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് ക്യാരി ലുക്ക് ഹെഡ് ആഡർ. അപ്പം reducing the carry propagation delay of order of great importance. Different logic approaches have been employed to overcome the carry propagation problem. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യണം? ക്യാരി ലുക്ക് ഹെഡ് solve the problem. Solve this problem by calculate the carry signals in advanced based on the input signal. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിനെ ബേസ് ചെയ്ത് ക്യാരി സിഗ്നൽ അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ആഡർ സർക്യൂട്ട് ഇസ് കോൾഡ് ക്യാരി ലുക്ക് ഹെഡ് ആഡർ അല്ലെങ്കിൽ CLA ആഡർ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ക്യാരി ലുക്ക് ഹെഡ് ആഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്പ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫുൾ ആഡറിൻ്റെ ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ വെച്ചിട്ടുള്ള ഡയഗ്രാം. അപ്പോൾ ക്യാരി ലുക്ക് ഹെഡറിൻ്റെ ആഡറിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫുൾ ആഡറിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. ഫുൾ ആഡറിൻ്റെ ഡയഗ്രാം ഏത് ഡയഗ്രാം? 2 ഹാഫ് ആഡർ വെച്ചിട്ടുള്ള ഡയഗ്രാം. അപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? AIBI. അതായത് നമുക്കിവിടെ AIBI എന്ന് കൊടുത്തിരിക്കുന്ന കാര്യം നമുക്ക് എത്ര ബിറ്റുള്ള നമ്പറാണോ അതനുസരിച്ച് ഇതിൻ്റെ സ്റ്റേജിൻ്റെ എണ്ണം മാറും. അതായത് നമുക്ക് 4 ബിറ്റുള്ള ബൈനറി നമ്പർ ആണെങ്കിൽ ഇതുപോലെയുള്ള എത്ര സർക്യൂട്ട് വേണം? 4 സർക്യൂട്ട് വേണം. അതാണ് ഇവിടെ AIBI റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇൻപുട്ട്. ഇതിൻ്റെ ക്യാരി എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും കൂടെ ഒരു ആൻഡ് ഗേറ്റ് കൊടുക്കുന്നതാണ് ഇവിടുത്തെ ക്യാരി. ഇനി രണ്ടാമത്തെ ഹാഫ് ആർഡറിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് AXOR B. ഈ AXOR Bക്ക് പകരം ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത സിഗ്നലാണ് PI. അതുപോലെ ഇവിടെ വരുന്ന ക്യാരി എന്ന് പറയുന്നത് ABക്ക് പകരം ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് GI. ആ നോക്കി. അപ്പം രണ്ടാമത്തെ XOR ഗേറ്റിൽ PIയും ഈ CIയും കൂടെ XOR ഗേറ്റ് ചെയ്യുമ്പോൾ SI കിട്ടും. ഈ രണ്ട് വാല്യൂസ് അതായത് PIയും CIയും കൂടെ ആൻഡ് ഗേറ്റ് ചെയ്യുമ്പം ഒരു വാല്യൂ കിട്ടും. അത് രണ്ടും കൂടെ OR ഗേറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഫുൾ ആഡറിൻ്റെ ക്യാരി CI+1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം മനസ്സിലായല്ലോ. ഈ ഡയഗ്രത്തിനകത്ത് നമ്മളിവിടെ 2 ടേം യൂസ് ചെയ്യുന്നുണ്ട്, ക്യാരി പ്രൊപ്പഗേറ്റും ക്യാരി ജനറേറ്റും. അപ്പം ആദ്യം നിങ്ങളുടെ ഡിസൈന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു സർക്യൂട്ട് വരയ്ക്കാം. ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ. ഇതിനകത്ത് 2 സിമ്പിൾ എക്സ്ട്രാ കൊടുക്കുക. ഏതൊക്കെയാണ്? PI മീൻസ് AXOR B. അടുത്തത് ക്യാരി പ്രൊപ്പഗേറ്റ്, അടുത്തത് GI മീൻസ് A ഇൻറ്റു BI. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സ്റ്റേജസ് അനുസരിച്ച് ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് PI എന്ന് കൊടുക്കാം. PI ഈസ് ഈക്വൽ ടു AI XOR BI, GI ഈസ് ഈക്വൽ ടു AI ഇൻറ്റു BI. ഇനി ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ സമ്മിൻ്റെയും ക്യാരിയുടെയും എക്സ്പ്രഷൻ ഒന്ന് എഴുതാം. അപ്പോൾ സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? A XOR B XOR CI ആണ്. അപ്പോൾ അതിന് പകരം നമുക്കിവിടെ സമ്മിൻ്റെ ഇക്വേഷൻ A XOR BIക്ക് പകരം PI XOR CI. ക്ലിയർ ആയല്ലോ? A XOR B XOR CIക്ക് പകരം A XOR BIക്ക് പകരം PI XOR CI. ഇനി ക്യാരിയുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ക്യാരിയുടെ ഇക്വേഷൻ ഫുൾ ആഡറിൻ്റെ ക്യാരിയുടെ ഇക്വേഷൻ ഹാഫ് ആഡർ 2 ഹാഫ് ആഡർ വെച്ചിട്ടുള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് ആൻഡ് AI ഇൻറ്റു അല്ലെങ്കിൽ AB പ്ലസ് ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? A XOR B ഇൻറ്റു CI. A XOR B ഇൻറ്റു CI ആണ് ക്യാരിയുടെ ഇക്വേഷൻ. അപ്പോൾ GI പ്ലസ് PI ഇൻറ്റു CI. PI എന്താണ്? A XOR B. ക്ലിയർ ആയല്ലോ? ഈ ലാസ്റ്റ് ഇക്വേഷൻ ക്യാരി ഔട്ടിൻ്റെ ഇക്വേഷൻ മനസ്സിലായല്ലോ? ക്യാരി ഔട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഗേറ്റിൽ നിന്ന് സെക്കൻഡ് ആൻഡ് ഗേറ്റിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ OR ഗേറ്റിൽ കൊടുക്കണം. ഫസ്റ്റ് ആൻഡ് ഗേറ്റിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് AI ഇൻറ്റു BI. AI ഇൻറ്റു BI എന്ന് പറയുന്നത് എന്താണ്? GI പ്ലസ് സെക്കൻഡ് ആൻഡ് ഗേറ്റിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? A XOR B മീൻസ് PI ഇൻറ്റു CI. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, PI ഇൻറ്റു CI. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ നമുക്കിവിടെ 4 ഇക്വേഷൻ ആവശ്യമുണ്ട്. PI എന്താണ്? GI എന്താണ്? PI എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടുന്ന സമ്മും ഇത് ഫസ്റ്റ് ഹാഫ് ആർഡറിൽ നിന്ന് കിട്ടുന്ന ക്യാരി. ക്ലിയർ ആയല്ലോ? PIയും GI. അപ്പം GI is called carry generate and it produce an output carry when both AI and BI are 1. അതൊന്നും വേണ്ട, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. GI എന്ന് പറഞ്ഞ ക്യാരി ജനറേറ്റ്, PI എന്ന് പറയുന്ന ക്യാരി പ്രൊപ്പഗേറ്റ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ക്യാരി അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ ക്യാരി അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാരിയുടെ ഇക്വേഷൻ ഇവിടെ നിന്ന് എടുക്കണം. ക്യാരിയുടെ ഇക്വേഷൻ എന്താണ്? CI+1 ഈസ് ഈക്വൽ ടു GI പ്ലസ് PI ഇൻറ്റു CI. ക്ലിയർ ആയാലും? ഇതിനകത്ത് നമ്മൾ
ഫസ്റ്റ് ക്യാരി കണ്ടുപിടിക്കേണ്ട കാര്യം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനകത്ത് നമ്മൾ 0 ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലോട്ട് മതി, അതായത് C1 വേണ്ട, C2 തൊട്ട് മതി. ക്ലിയർ ആയല്ലോ? C2 ഇവിടെ തന്നെ ഒന്ന് നോക്കുക. CI+1 GI+PI/CI. അതായത് ഇവിടെ C2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? G1 I+1, അതായത് I+1 ആണ് 2 എങ്കിൽ ഇവിടെ എന്താ വരുന്നത്? I മീൻസ് 1. ഇവിടെ എന്ത് വരും? P1 C1. ക്ലിയർ ആയല്ലേ? ആ ഇക്വേഷൻ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് C2 കണ്ടുപിടിക്കാം. C1 വേണ്ട, C2 എന്താണെന്ന് നോക്ക്. C2 G1 + P1 C1. C2 കിട്ടി. ഈ C3 എന്താണ്? G2 + P2 C2. ഇതിനകത്ത് G2 + P2 C2 ഉണ്ട്. അപ്പോൾ C2ന് പകരം ഈ C2ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? G1 + P1 C1. അപ്പോൾ G2 + P2 × G1 + P1 C1. G2 + P2 G1 + P2 P1 C1. ഇക്വേഷൻ ക്ലിയർ ആയല്ലോ? അടുത്തത് C4 = G3 + ഇതെന്ന് പറയുന്നത് ഒരു 4 ബിറ്റ് ക്യാരി ലുക്ക് ഹെഡ് ആർഡറിൻ്റെ ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊക്കെ ബിറ്റ് മതി? C4 വരെ മതി. C4 = G3 + P3 C3. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ? CI+1 = അതായത് C4 = G3 + P3 C3. ഇനി C3ക്ക് പകരം ഏത് വാല്യൂ കൊടുക്കുക? ഈ ഫുൾ വാല്യൂ കൊടുക്കുക. അപ്പം G3 + P3ക്ക് പകരം G2 + P2 G1 + P2 P1 C1. ഇതിൻ്റെ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? G3 + P3 G2 + P3 P2 G1 + P3 P2 P1 C1. ഈ സർക്യൂട്ടിന് നമ്മൾ വരയ്ക്കണം, അതായത് ഈ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിന് നമ്മൾ വരയ്ക്കണം. അതായത് C2 C3 C4 കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ C4 ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്, അതാണ് ക്യാരി ലുക്ക് ഹെഡ് ക്യാരി ലുക്ക് ഹെഡ് ജനറേറ്റർ വരയ്ക്കണം. ഇനി ഈ ഡയഗ്രാം തന്നെ നോക്കി നിങ്ങൾ വരയ്ക്കണമെന്നില്ല, ഈ ഇക്വേഷൻ നോക്കി വരച്ചാൽ മതി. ഇത് ടെസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഡയഗ്രാം, ഇതൊന്നും ഒരു ഓർഡറിൽ ഒരു അറേഞ്ച് ചെയ്ത് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ നോക്കി കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്വേഷൻ അങ്ങോട്ട് നോക്കുക. C2 എന്ന് പറയുന്നത് എന്തുവാ? G1 എന്ന് പറയുന്ന ഒരു സിഗ്നൽ എടുക്കുക, P1 C1 എന്ന് പറയുന്ന ഒരു സിഗ്നൽ എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായി G1 വേണം, G2 വേണം, G3 വേണം. പിന്നെ ഏതൊക്കെ സിഗ്നൽ വേണം? P1 വേണം, P2 വേണം, P3 വേണം, പിന്നെ C2 C3 C4 സിഗ്നലുകൾ എല്ലാം വേണം. അപ്പോൾ ആദ്യത്തെ C2 എന്ന് പറയുന്ന സർക്യൂട്ടിനകത്തോട്ട് G1ൻ്റെ ഒരു സിഗ്നലും P1 C1 ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തതും ചേർത്ത് ഒരു ഓർ ഗേറ്റിൽ കൊടുക്കുന്നതാണ് C2 എന്ന് പറയുന്നത്. അപ്പോൾ C2 ഒന്ന് നോക്കിയേ. C2 ആണ് താണ്ടി വരച്ചിരിക്കുന്നത്. ഒന്ന് C1 എന്ന് പറയുന്ന സിഗ്നലും പിന്നെ P1 C1 കൂടെ ചേർത്ത്. ഇനി അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് അടുത്ത ഔട്ട്പുട്ട് C3 എന്ന് പറയുന്നത് എന്തെടുക്കണം? G2 ഒരു സിഗ്നൽ എടുക്കണം, പിന്നെ P2 ഒരു സിഗ്നൽ എടുക്കണം, P2 G1 എന്ന് പറയുന്ന ഒരു ആൻഡ് ഗേറ്റ് കൊടുക്കണം, അടുത്തത് P2 P1 C1 ഇത് മൂന്നും കൂടെ ഒരു ആൻഡ് ഗേറ്റ് കൊടുക്കണം. ഈ 3 ഔട്ട്പുട്ടിനെയും കൂടെ ഒരു ഓർ ഗേറ്റ് കൊടുക്കണം. അടുത്തത് C4 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ P3 G3 ഒരു ആൻഡ് ഗേറ്റ്, P3 P2 G1 ഒരു ആൻഡ് ഗേറ്റ്, P3 P2 P1 C1 ഒരു ആൻഡ് ഗേറ്റ്. ഈ 3 ആൻഡ് ഗേറ്റിൽ ഔട്ട്പുട്ടും ഒരു G3 സിഗ്നലും കൂടെ ഒരു ഓർ ഗേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C4 കിട്ടും. ഇതാണ് ക്യാരി ലുക്ക് ഹെഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ C2 C3 C4 ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചാൽ മതി. സിഗ്നൽ ഇതുപോലെ തന്നെ ഓർഡറിൽ വരയ്ക്കണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള രീതിയിൽ സിഗ്നലുകൾ എടുത്ത് ആൻഡ് ഗേറ്റ് കൊടുത്ത് ഔട്ട്പുട്ട് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നോക്കി വരയ്ക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പം നമുക്ക് ഇപ്പം എന്താ കിട്ടിയത്? നമ്മുടെ എന്താണ് ബൈനറി ആഡറിനകത്ത് ഈ C2 C3 C4 അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡറിൽ ഇൻപുട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ C2 C3 C4 ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടും കൂടെ കണക്റ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇൻപുട്ട് കൊടുക്കുന്ന ആ സർക്യൂട്ടിൽ തന്നെ ഇങ്ങനൊരു സർക്യൂട്ടും കൂടെ കണക്ട് ചെയ്യണം. അതായത് അഡ്വാൻസ് ആയിട്ട് ആരൊക്കെ ജനറേറ്റ് ചെയ്യുക? അതായത് ഇൻപുട്ട് A1 B1 A2 B2 A3 B3 A4 B4 കൊടുക്കുന്ന ടൈമിൽ തന്നെ ആരെയും കൂടെ കണ്ടുപിടിക്കും? C2 C3 C4 കൂടെ കണ്ടുപിടിക്കും. ആ സർക്യൂട്ട് ഫുൾ ആഡറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രൊപ്പഗേഷൻ ഡിലേ ഇല്ലാതെ തന്നെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സം കിട്ടും. ക്ലിയർ ആയല്ലേ? അപ്പം ഇനി ഇനി നമ്മൾ 4 ബിറ്റ് പാരലൽ ആഡർ വിത്ത് ക്യാരി ലുക്ക് ഹെഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 4 ബിറ്റ്
ക്യാരി ലുക്ക് ഹെഡ് ആഡറാണ് ഡിസൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ക്യാരി ലുക്ക് ഹെഡ് ജനറേറ്റർ ചെയ്ത് ഇനി ക്യാരി ലുക്ക് ഹെഡ് ആഡറിലൂടെ അത് കണക്ട് ചെയ്യാൻ പോവുക. അപ്പോൾ ഈച്ച് സം ഔട്ട്പുട്ട് റിക്വയർ 2 എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ജനറേറ്റ് PI വേരിയബിൾ ആൻഡ് ദ ആൻഡ് ഗേറ്റ് ജനറേറ്റ് ദ GI വേരിയബിൾ. All the P's and G's are generated in 2 gate level. The carries are propagated through the carry look head generator and applied as input to the second exclusive OR gate. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരി ലുക്ക് ഹെഡ് ആഡർ, 4 ബിറ്റ് ക്യാരി ലുക്ക് ഹെഡ് ആഡർ. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ ഈ ഡയഗ്രാമത്തിനകത്ത് നോക്ക്, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഓർ ഗേറ്റും ഒരു എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും. അപ്പോൾ എത്ര ഇൻപുട്ട് ഉണ്ടോ അത്രയും സ്റ്റേജസ് വേണം. എത്ര ബിറ്റാണോ അത്രയും സ്റ്റേജസ്. ഇപ്പോൾ 4 ബിറ്റായതുകൊണ്ട് 4 എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും ഫസ്റ്റ് സ്റ്റേജിൽ വേണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ PIGA കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്യാരി ജനറേറ്റർ അത് നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ വീണ്ടും എന്താണ് ഒരു എക്സോർ ഗേറ്റ് കിട്ടണം. നോക്ക്, അപ്പം ഇതാണ് അതിൻ്റെ ഡയഗ്രാം. അപ്പം നമ്മൾ ക്യാരി ലുക്ക് ഹെഡ് ജനറേറ്റർ ഇതിൻ്റെ അകത്തുണ്ട്. അത് വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല, ബ്ലോക്ക് ഡയഗ്രാം മാത്രം കാണിച്ചാൽ മതി. അതായത് ഈ ഒരു സർക്യൂട്ടിനകത്ത് ഈ ഇൻബിൽട്ടായിട്ട് എന്തുണ്ട്, ക്യാരി ലുക്ക് ഹെഡ് ജനറേറ്റർ ഉണ്ട്. അത് വരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴാണ് ഈ സർക്യൂട്ട്. അതായത് ഇതിനകത്ത് ഇനി അതും കൂടെ വരയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇൻപുട്ട് മാത്രം കൊടുത്താൽ മതി. എന്തൊക്കെയാണ് ഇൻപുട്ടെന്ന് നോക്കിയേ. A1 B1 ഒരു എക്സോർ ഗേറ്റ് കൊടുക്കുമ്പോൾ P1 കിട്ടും. അതിൻ്റെ G1 എന്ന് പറയുന്നത് അത് രണ്ടും കൂടി ഒരു ആൻഡ് ഗേറ്റ് കൊടുക്കുന്നത്. C1 നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. C1ൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി P2 എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, B2 A2 കൂടെ ഒരു എക്സോർ ഗേറ്റ് കൊടുക്കണം. അത് രണ്ടും കൂടെ ആൻഡ് ഗേറ്റ് കൊടുക്കുമ്പോൾ G2 കിട്ടും. A3 B3 എക്സോർ ഗേറ്റ് കൊടുക്കുമ്പോൾ P3, അത് രണ്ടും കൂടെ ആൻഡ് ഗേറ്റ് കൊടുക്കുമ്പോൾ G3. അടുത്തത് A4 B4 എക്സോർ ഗേറ്റ് കൊടുക്കുമ്പോൾ P4, അത് രണ്ടും കൂടെ ആൻഡ് ഗേറ്റ് കൊടുക്കുമ്പോൾ G4. ക്ലിയർ ആയല്ലേ? ഇത്രയും വാല്യൂസ് കിട്ടി ഈ ക്യാരി ലുക്ക് ഹെഡ് ജനറേറ്ററിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെന്തൊക്കെ ജനറേറ്റ് ചെയ്യും, C2 C3 C4 ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇനി നോക്ക്, ഈ C4ഉം P4ഉം കൂടെ എക്സോർ ഗേറ്റ് കൊടുത്താൽ എന്ത് കിട്ടും, S4 കിട്ടും. C3 P3 അതായത് നമ്മളെ രണ്ടാമത്തെ ഓർ ഗേറ്റ്, രണ്ടാമത്തെ സം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ CIയും PIയും കൂടെ അല്ലേ, CIയും PIയും കൂടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ഫൈനൽ സം കിട്ടും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫൈനൽ സം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് S1 എന്ന് പറഞ്ഞാൽ എന്താണ്, C1ഉം P1ഉം കൂടെ എക്സോർ ഗേറ്റിൽ, S2 എന്ന് പറയുന്നത് C2 P2 കൂടെ എക്സോർ ഗേറ്റിൽ, X3 എന്ന് പറയുന്നത് C3 P3 കൂടെ എക്സോർ ഗേറ്റിൽ, S4 എന്ന് പറയുന്നത് C4 P4 എക്സോർ ഗേറ്റിൽ. അടുത്തത് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ക്യാരിയാണ് C5 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്യാരി ലുക്ക് ഹെഡ് ആഡറിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 7 മാർക്കിനൊക്കെ സാധാരണ 7 മാർക്കിനോ 9 മാർക്കിനോ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ക്യാരി ലുക്ക് ഹെഡ് ആഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈനറി പാരലൽ ആഡറിൽ പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. ആ പ്രൊപ്പഗേഷൻ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യാരി അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാരി അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം ഇങ്ങനെ വരയ്ക്കണം. അതായത് ഫുൾ ആഡർ, ബൈനറി ആഡറിനകത്ത് ഫുൾ ആഡറാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ വെച്ചിട്ടുള്ള ഡയഗ്രാം വരയ്ക്കണം. എന്നിട്ട് ഇതിനകത്ത് 2 വേരിയബിൾ കൊടുക്കണം, PIയും GIയും. PI മീൻസ് ക്യാരി പ്രൊപ്പഗേറ്റും, GI മീൻസ് ക്യാരി ജനറേറ്റും. അതിൻ്റെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കണം. PI = AI XOR BI, GI = AI × BI. ഈ ടേം യൂസ് ചെയ്ത് നമ്മൾ SIയും SCI+1 എഴുതണം. SI എന്താണ്, PI XOR CI, CI+1 എന്താണ്, GI പ്ലസ് PI × CI. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരി അഡ്വാൻസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട ക്യാരി ഏതൊക്കെയാണ്, C1 വേണ്ട. C1 നമ്മൾ ഇനിഷ്യലി 0 സെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ C2 C3 C4 വെച്ചിട്ട് ഇക്വേഷൻ അങ്ങോട്ട് എഴുതണം. എന്താണ്, G1 + P1 C1. അടുത്തത് G2 P2 C2 G3 + P3. ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് C2 C3 C4ൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കണം. അതായത് ആൻഡ് ഗേറ്റ് ഓർ ഗേറ്റും വെച്ചൊരു ഡയഗ്രാം വരയ്ക്കണം. അതാണ് ക്യാരി ജനറേറ്റർ. ആ ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. പക്ഷേ ഔട്ട്പുട്ട് എന്തൊക്കെ വേണം, C2 C3 C4 കിട്ടണം.
ഇനി ഈ സർക്യൂട്ട് നമ്മൾ ഹാഫ് ആർഡറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ക്യാരി ലുക്ക് ഹെഡ് ആർഡർ. അപ്പം നമുക്ക് ഫസ്റ്റ് ഹാഫ് ആർഡറിൻ്റെ സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാണ് A1 B1 A2 B2 A3 B3 A4 B4. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരിയും കൂടെ ഉണ്ട്. ആ ക്യാരി കാണിച്ചിട്ടുണ്ട് ആൻഡ് ഗേറ്റ് G1 G2 G3 G4. ഇപ്പോൾ ക്യാരി ലുക്ക് ഹെഡ് ആഡറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പം ഇത്രയും എക്സോർ ഗേറ്റ് ആൻഡ് ഗേറ്റ്, ഇതിൻ്റെ അകത്ത് ക്യാരി ലുക്ക് ഹെഡ് ജനറേറ്റർ ഉണ്ട്. അത് നമ്മൾ ബ്ലോക്കായിട്ട് കാണിച്ചാൽ മതി. പിന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന ക്യാരി ലുക്ക് ഹെഡ് ജനറേറ്ററാണ് C2 C3 C4 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതും നമ്മുടെ P4, അതായത് ഇവിടുന്ന് കിട്ടുന്ന ആ P4ഉം P3 P2 എന്ന് പറയുന്നത് വീണ്ടും എക്സോർ ഗേറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? S1 S2 S3 S4. ക്ലിയർ ആയല്ലോ? ഇതാണ് ക്യാരി ലുക്ക് ഹെഡ് ആഡർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്യാരി ലുക്ക് ഹെഡ് ആഡർ. താങ്ക് യു.